ആനിപ്പെണ്ണേ. ആ എന്തോ ഇതാ വരുന്നു. ആ ചേച്ചി. ആ ചായ കുടിക്കേ ഇരിക്കട്ടാ. ആ ദേ ചായ ദാ പിന്നെ നിരത്തി. ഇച്ചായനോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കട്ടിലേൽ ഇങ്ങനെ നിരത്തരുതെന്ന്. ആ ലുങ്കി കൊണ്ടുവാ. അനി എന്തോ ആ പൈസ എന്തി? ദേ അലമാരിയില്. ആ പപ്പ കളിക്കാ തുടങ്ങി കൊച്ചിന്. വാ പപ്പ. പപ്പ അവിടെ പോയിരിക്കും. പ്ലീസ് പപ്പ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇരിക്കളിയാ. ആ നടക്കട്ടെ. പപ്പ കളിക്കല്ലേ? മമ്മി എന്താ അനു? വാ കളിക്കാ. അനു അടുക്കളയിലെ പണി കഴിഞ്ഞിട്ടില്ല അനു. അതൊക്കെ എടുക്കാം. മമ്മി വന്നിരിക്കേ. ആരെടുക്കും? അപ്പന് മോള് എടുക്കുവോ? അത് മമ്മി തന്നെ എടുത്താ മതി. വാ. പപ്പ കള്ളകളി കളിക്കല്ലേട്ടാ. നീ കളിച്ചു പെണ്ണേ. നിങ്ങൾക്ക് എന്തിന്റെ കേടാ? അയ്യോ അനി. ഒളുസേ നമ്മൾ തമാശക്ക് കളിച്ചാലടാ. ആ വർഗീസേ, നാളേക്ക് ആ പോത്തിന്റെ കാര്യം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ഇന്നേക്കോ? ഇന്നിപ്പോ ഞായറാഴ്ച അല്ലേ, അതിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. ആ ആ ആ ആ ഓ ശരി ശരി ശരി. ജോസ്മ എന്തുകൊണ്ട് നോക്കിക്കണം? വേഗം ചക്കാന്ന് പറഞ്ഞ് വെട്ടുകൊടുക്കണം. ആളുകൾ നോക്കിക്കണം കണ്ടില്ലേ? വേഗം ആവട്ടെ. വേഗം വേഗം വേഗം. എന്തിട്ട് തേങ്ങ കാണിച്ചോണ്ടിരിക്കണേ? വേഗം ആവട്ടാ. അളിയ കട നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാം. ആ കട നോക്കിക്കോ. ആ ശിവന് ഇതുവരെ കണ്ടില്ലല്ലോ, അവനൊന്ന് വിളിച്ചാലോ? ഒന്ന് വിളിച്ചു നോക്ക്. ശിവ. ആ അതെ വന്നു. ഓ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ. വർഗീസേട്ടാ, രാമേന്ദ്രൻ എവിടെ കേട്ടാ? വാ കേറ്. നീ എവിടെയായിരുന്നു ഇതുവരെ? വാ. രാമേന്ദ്ര, ആ കാശ് എവിടാ? ആകെ പ്രശ്നങ്ങളെ കേട്ടാ. ഭയങ്കര ബുദ്ധിമുട്ടാ. എന്ത് ബുദ്ധിമുട്ട്? എന്ന് നീ തന്നെയാണല്ലോ പറയണത്. അടുത്ത ആഴ്ച എന്തായാലും തരാം. ഇന്നലെ നീ പറഞ്ഞു ഇന്ന് തരാന്ന്. ഇനിയിപ്പോ ഇന്ന് പറയും നാളെ തരാന്ന്. ഇല്ലില്ല, ഇനി ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. പക്ഷെ ശമ്പളം കിട്ടിയിട്ട് വേണം. നീ ഇവനെ കണ്ട? നാളെ തന്നില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലേട്ടാ. ഇല്ല ചേട്ടാ, തന്നിരിക്കും. നമ്മള് മേടിച്ച കാശല്ലേ, എന്തു വന്നാലും തന്നിരിക്കും. വാട്ടടാ ശിവ വാ. കാശ് തരാട്ടോ. കാശ് എന്താ? കാശപ്പ തരും. കാശ് തരാട്ടോ. തരുന്നു പറയേ. നീ ഇന്നൊന്നിലായിട്ട് കാണിക്കാൻ തുടങ്ങിയ പരിപാടിയല്ല. കാശ് എടുക്കടാ. കാശ് കൊടുക്കടാ, കളിക്കണ്ട്. കാശ് തരുമല്ലോ. എന്റെ പൈസ
എന്നെ പൈസ മേടിച്ചാ വർഗീസേട്ടാ? ആ പൈസ തന്നില്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ കയറപ്പാന്നി മാറി കാശും വാങ്ങി നക്കിട്ടു. വണ്ടി എടുക്കടാ. ഓക്കലടാ. നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കണ? മോൾ ഇതുവരെ വന്നില്ല. വന്നില്ലേ? നിങ്ങളെ വിളിച്ചില്ലേ? ഇല്ല. ഹലോ, ദേവസിയല്ലേ? മോളവിടെ വന്നിരുന്നോ? നിങ്ങൾ ആ ഫോൺ കുത്തിരിക്കാതെ മോളെ ഒന്ന് വിളിക്കേ. ശ്യാമയുടെ വീടല്ലേ? മോള് വന്നിരുന്നു അവിടെ ഇല്ലേ? ശോ, അവിടെ എത്തിയിട്ടില്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കേ. എത്ര നേരമായി എന്റെ മോളെ കാണാതായിട്ട്. ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? വാളിയാ, പോയി അന്വേഷിച്ചിട്ട് വരാം. വാ. ഒന്ന് ചെല്ലു വേഗം. വേഗം പാടിയാ നോക്കാം നമുക്ക്. ശോ, എന്റെ കർത്താവേ, ഞാൻ എവിടെ പോയി അന്വേഷിക്കാം എന്റെ കുട്ടിയെ? ഒരു നമ്പർ ഓർമ്മ വരുന്നില്ല. ഹലോ, ആ സിബി സാറേ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒരു പരാതി കൊടുക്കാൻ. ആ അതവിടെ പറഞ്ഞോട്ടാ. ആ വർഗീസേട്ടാ, ഇരിക്ക്. എന്താ പ്രശ്നം വർഗീസേട്ടാ? മോളെ കാണാനില്ല. എപ്പോഴാ കാണണ്ടായത്? രാവിലെ ക്ലാസ്സിൽ പോയതാ, ഇതുവരെ വന്നില്ല. എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എവിടെയെങ്കിലും പോകുമ്പോ പറയാറുണ്ടായിരുന്നു, ഇന്നൊന്നും പറഞ്ഞില്ല. ശരി സാറേ, ഓക്കെ ഓക്കെ സാറേ, ഓക്കെ ഓക്കെ. ഓരോരോ പുലിവാലകള്. ഇത് ഏതാണ്ടോ കേസ്? മിസ്സിംഗ് കേസാ സാറേ, മോളെ കാണാനില്ല. മോളെപ്പോഴുണ്ട് കാണണ്ടേ? ഇന്ന് വൈകിട്ട് മുതല്. മോൾക്ക് വല്ല റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ടായിരുന്നു. മോളെ വല്ല ഫോട്ടോ എങ്ങനെ കയ്യിലുണ്ടോ? ഉണ്ട് സാർ, ഫോണിലുണ്ട്. കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചേക്ക്. പേടിക്കാണ്ട് കറോ, നമുക്ക് അന്വേഷിക്കാം. ശരി ട്ടാ. ശരി. ആരാ? മോളാണോ? ഹലോ വർഗീസങ്ങളല്ലേ? ഞാൻ മനുവാണ്. അനുമോളെ കണ്ടോ? അവളുടെ ഒപ്പം ഒരു സ്നേഹ എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്. സ്നേഹ എവിടെ ഉണ്ടാവും മോനെ? ഒന്ന് ചോദിക്കാനായിട്ട്. ആ പള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞിട്ട് ഒരു 4ാമത്തെ വീടൊക്കെ ആയിട്ട് വരണേ. അച്ഛൻ്റെ പേരെന്തെങ്കിലും? അച്ഛന്റെ പേര് സന്തോഷ് എന്നാ വരണേ. സന്തോഷേ, സന്തോഷേ. എന്താ വർഗീസേട്ടാ ഈ നേരത്ത്? അനുമോളെ കാണാനില്ല.
ഇവിടുത്തെ കുട്ടിക്ക് എല്ലാം അറിയാതെ പറഞ്ഞു. അവളുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ പറഞ്ഞേ. അവളെ ഒന്ന് വിളിക്കോ? വിളിക്കാം. മോളെ, എന്താച്ച വിളിച്ചേ? അവിടെ മോൾക്ക് എന്തെങ്കിലും അറിയോ? അരുവിനെ കാണാനായിട്ട് കുറെ നേരമായി. ഇല്ല, അറിയില്ല. ഒന്ന് പറ. എനിക്കറിയില്ല. എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയുവച്ചേ. ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടാ വരുന്നത്. അയ്യോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അനുവിന് ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവന്റെ കൂടെ പോകുന്ന പറഞ്ഞത് അവള്. വർഗീസേട്ടാ, വർഗീസേട്ടാ, അറിയാ വർഗീസേട്ടാ. ഹലോ, ഹലോ. എന്താ അയച്ച കൊണ്ടുപോയിട്ട്? ആ മോളെ, വർഗീസേട്ട ഇത് സീരിയസ് ആണ്. ഐസിയുലാണ്. ആ മോളെ, എങ്ങനെയെങ്കിലും അവർ വിവരം അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അറിയിക്കി. ഞാൻ നോക്കട്ടെ, കിട്ടുമോന്നറിയില്ല. വിളിച്ചു നോക്കാം. ഹലോ, അനു അല്ലേ? ആരാ? സ്നേഹയാണോ? ആ അതെ, സ്നേഹയാണ്. അവളെ അന്വേഷിച്ച് അവളുടെ അച്ഛനും കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ എല്ലാം പറഞ്ഞോ? നീ ആരോട് ഈ സംസാരിക്കുന്നത്? സ്നേഹോടാണോ? എന്താ നീ എല്ലാം പറഞ്ഞു എന്ന് പറയുന്നേ? അവര് സ്റ്റേഷനിലെല്ലാം പോയി പരാതി കൊടുത്തിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അങ്കിളിന് വയ്യാണ്ടായി. ഇവിടുന്ന് അച്ഛനെല്ലാം കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സീരിയസ് ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ. നീ ഒന്ന് ചെല്ലേ. എടോ, കരയാണ്ടിരിക്കേ. അഖിലെന്റെ പപ്പ. നമുക്ക് പോവാം, വാ. വിഷമിക്കാതിരിക്കേ. ഞങ്ങളൊക്കെ ഇല്ലേ? ഞാൻ കരയാണ്ടിരിക്കടോ. നിക്കവിടെ. എന്തിനാ നീ പോകുന്നത്? അങ്കിളെന്റെ പപ്പ. അങ്കിള് പ്ലീസ്, എന്തിനാ ഇങ്ങനെ കരയുന്നത്? നീ കാരണം ഇതൊക്കെ പറ്റിയത്. പ്ലീസ്, എനിക്ക് അപ്പേ കാണണം. ഓരോരോ പുകലുണ്ടാക്കി വെച്ചിട്ട് അപ്പനെ പ്ലീസ് അങ്കിള്, കാണാമെന്നിരിക്കും. പ്ലീസ് പ്ലീസ് എന്നെ വീട്. മമ്മി, എനിക്ക് പപ്പേ കാണണം. മമ്മി, എനിക്ക് പപ്പേ കാണണം. മമ്മി പ്ലീസ്, എനിക്ക് കാണണം. എന്നോട് ക്ഷമിക്കും മമ്മി.
കണ്ടു തോർക്കും പപ്പ. ഞാൻ പപ്പയുടെ അനുവാ. കണ്ടു തോർക്കും പപ്പ. പപ്പ ഞാൻ അനുവാ. എന്നെ നോക്കപ്പ. ചില ബന്ധങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. വലിച്ചകറ്റാനോ മുറിച്ചെടുക്കാനോ ശ്രമിക്കുന്തോറും അതിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും.